ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വർഷത്തെ ക്രിസ്മസ് നാം ആഘോഷിച്ചു. ഈശോ മിശിഹായുടെ 2025 ജന്മദിനം. യോഹന്നാൻ സുവിശേഷം 1 അധ്യായം 14 തിരുവചനം പറയുന്നത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. പഴയ ഉടമ്പടിയിലെ ജ്ഞാനമായ ലോഗോസ് ആണ് ചരിത്രത്തിൽ മനുഷ്യനായി അവതരിച്ച മിശിഹ എന്നാണ് ഈ വചനം പ്രഖ്യാപിക്കുന്നത്. വചനം മാംസമായി. മാംസം മനുഷ്യന്റെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവപുത്രനായ വചനം, ആദിയിലുണ്ടായിരുന്ന വചനം, മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതാണ് ക്രിസ്തുമസ്. മാനുഷിക ബലഹീനതകളിലും പങ്കുചേർന്ന ദൈവം. ഈശോയ്ക്ക് വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു, ബലഹീനതകളുണ്ടായിരുന്നു. ഈശോ വികാരഭരിതനായിട്ടുണ്ട്, ഈശോ കരഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈശോയോട് ചേർന്ന് നിന്ന് ക്രിസ്മസ് ആഘോഷിക്കാം. വഴിയും സത്യവും ജീവനുമായവന്റെ വഴി നമുക്ക് സ്വീകരിക്കാം. വഴിതെറ്റാതെ നോക്കാം. ആമേൻ.